ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന എനിക്കാണ് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്. ഇന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോക്ക് നടക്കില്ല. ഇപ്രാവശ്യത്തെ നൈറ്റ് കയറിയതേ ഓർമ്മയുള്ളൂ. ഓരോ ദിവസം ഓരോ ആവശ്യങ്ങളാണ്. അതുകൊണ്ട് വീട്ടിലെത്തുന്നത് നേരം വൈകിട്ടാണ്. അതുപോലെ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ടി വരുന്നുണ്ട്. ഒന്നിനും സമയമില്ല, ഉറങ്ങാൻ തീരെ സമയമില്ല. നേരത്തെ വരെ അയച്ചെന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെന്താ വെറുതെ വിട്ടു, പാവല്ലേ എന്ന് വിചാരിച്ചു. വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ മടിച്ചിട്ടാണ് ഈ കണ്ണൂത്തി കളിക്കുന്നത്. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോകുന്നത് ഡിവൈൻ മെഡിക്കൽ ലാബിലേക്കാണ്. എൻ്റെ MLTയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എൻ്റെ ട്രെയിനിങ്ങും അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. കണ്ടില്ലേ, ഈ മുതലാണ് അങ്ങനെയാക്കി തീർത്തത്. ഇത് സോനേച്ചി, ഡിവൈൻ ലാബിൻ്റെ ഓൾ ഇൻ ഓൾ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ചേച്ചീനെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ ചേച്ചി എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം കാണുന്നില്ലേ, അതിൻ്റെതായ സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് വന്നിരുന്നു. ബാങ്കിൽ പോയി ശശിയായിട്ടാണ് തിരിച്ചു വന്നത്. വേറൊന്നും കൊണ്ടല്ല, ബാങ്ക് ക്ലോസ്ഡ് ആയിരുന്നു ഇന്ന് 4-ാം ശനിയാഴ്ച ആയതുകൊണ്ട് ബാങ്ക് ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങളിതാ പപ്സും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ. പിന്നെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്.